ഹൈറിച്ച് പോലെ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് വ്യാപകമായിട്ട് പടർന്നു പിടിച്ചിട്ടുള്ള ഒരു പോൺസി സ്കീമാണ് ഊദ് മർക്കസ്. ഊദ് മർക്കസ് ലക്ഷ്യം വെച്ചത് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ പേര് ഇതെന്നൊക്കെ വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും അവർ ഉന്നം വെച്ചിട്ടുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഇങ്ങനെ ഒരു പേര് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വലിയൊരു സപ്പോർട്ട് ഈ വിഷയത്തിലുണ്ടാവും. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒഴുക്ക് ഈ ഒരു തട്ടിപ്പിലേക്ക് വ്യാപകമായിട്ടുണ്ടാവുമെന്ന് വ്യക്തമായിട്ടുള്ള ടാർഗറ്റ് വെച്ചിട്ടാണ് ഊദ് മർക്കസ് എന്നൊരു പേര് നാമകരണം ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ ഇതൊരു നിക്ഷേപ തട്ടിപ്പാണ്, അനധികൃത നിക്ഷേപമാണ്. PMLA, PCMC, ബഡ്സ് ആക്ടിൻ്റെ ഒക്കെ പരിധിയിൽ വരുന്ന ഒരു വിഷയമാണ്. അത്തരം ആക്ടുകളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് ഈ ഊദ് മർക്കസ് നടത്തിയിട്ടുള്ളത്. ഇവർ 3000 രൂപ വാങ്ങിയിട്ട് ചെറിയ പ്രോഡക്റ്റ്, അതായത് അത്തറിൻ്റെ ചെറിയ പ്രോഡക്റ്റ് നൽകിയിട്ടുള്ള ആളുകളെ ചേർത്തുള്ള മണി ചെയിനാണ് നടത്തിയിരുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തട്ടിപ്പിനെതിരെ നമ്മളൊരു മുന്നേറ്റം നടത്തുകയാണ്. അതുമാത്രമല്ല, ഈ തട്ടിപ്പിനെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തട്ടിക്കപ്പെട്ടത് കൂടുതലും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലുള്ള കൂടുതലും മുസ്ലിം സ്ത്രീകളാണ്, വീട്ടമ്മമാരാണ്. വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞ് ജീവിക്കുന്ന, ഇത്തരം വിഷയങ്ങളിൽ വലിയ അറിവില്ലാത്ത, എന്താണ് മണി ചെയിൻ, എന്താണ് പോൺസി സ്കീം, നിയമങ്ങൾ എന്താണ്, ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ അറിവില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സ്ത്രീകളാണ് ഈ വിഷയത്തിൽ കുടുങ്ങിയിട്ടുള്ളത് കൂടുതലും. അപ്പോൾ അവർക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതിന്, അതുപോലെ തന്നെ എന്താ പറയുക, ഈ പോലീസ് സ്റ്റേഷൻ, ഇതൊക്കെ അവർക്ക് വലിയ വിഷയങ്ങളാണ്. അതുമാത്രമല്ല, ഇതൊന്നും പലരും ഇത്തരം സ്കീമുകളിൽ ചെന്ന് ചേരുന്നത് സ്വന്തം വീട്ടുകാരുടെ അനുമതിയോടെയോ ഭർത്താക്കന്മാരുടെ അനുമതിയോടെയോ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തട്ടിപ്പായി കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടിൽ അറിയിക്കുമ്പോഴുള്ള കുറേ പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. അപ്പോൾ ഇത് ഈ കള്ളന്മാർക്ക് വ്യക്തമായിട്ട് അറിയാം, ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്കറിയാം ഇത് വലിയ നിയമപരമായിട്ട് മുന്നോട്ട് പോവില്ല, നമുക്ക് രക്ഷപ്പെടാം, പഴുതുകളുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഇത്തരം തട്ടിപ്പുകാർ ഈ വിഷയത്തിൽ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു വിഷയത്തിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് സ്ത്രീകൾ ശബ്ദമുയർത്തുന്നുണ്ട്. അപ്പോൾ അവരെ ഉറ്റുനോക്കുന്ന ഈ തട്ടിപ്പിലെ പ്രധാനികൾ അവർക്കെതിരെ ചില ആയുധങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഉണ്ടായൊരു വിഷയമാണ് ഈ തട്ടിപ്പിലെ പ്രധാനിയായിട്ടുള്ള മുൻനിരയിലുള്ള സാലൂബ് കെ ആലിശ്ശേരി എന്ന വ്യക്തി. അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ്. ഞാൻ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള മുമ്പേ വീഡിയോ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ഈ സാലൂബ് ഈ വിഷയത്തിൽ പ്രതികരിച്ച ഒരു സ്ത്രീയുടെ നമ്പർ, ആ നമ്പറിന് മല്ലു സെക്സ് ചാറ്റ് എന്ന നാമകരണം നൽകിയിട്ട് അദ്ദേഹം ഒരു അശ്ലീല ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. ആ സ്ത്രീയോടുള്ള പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ നമ്പർ ഒരു അശ്ലീല ഗ്രൂപ്പിൽ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് 10,000-കണക്കിന് ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പിൽ ഈ ഒരു നമ്പർ ഷെയർ ചെയ്യാണ് സാലൂബ് ആലിശ്ശേരി. അപ്പോൾ ഇത് സാലൂബ് ആലിശ്ശേരിയാണെന്ന് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ അയാൾക്ക് ഒരുപാട് ഫേക്ക് നമ്പറുകളുണ്ട്, പല നമ്പറുകളുണ്ട്. സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ പല രീതിയിലും സ്കാം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ സാലൂബ്. മുഖമില്ലാതെ ഇരുന്നു കൊണ്ട് പല മണി ചെയിനുകൾ പ്രൊമോട്ട് ചെയ്ത് പ്രത്യേകിച്ച് സ്ത്രീകളെ ലക്ഷ്യം വെച്ച് തട്ടിപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ സാലൂബ് കെ ആലിശ്ശേരി. അപ്പോൾ അയാളുടെ നമ്പറാണെന്ന് കണ്ടെത്തുന്നത് ഊദ് മർക്കസിൻ്റെ പല ഗ്രൂപ്പുകളിലും ഈ ഒരു നമ്പർ അതിൻ്റെ പ്രൊമോഷൻ നടത്താറുണ്ട്, അതിന് വോയിസ് വരാറുണ്ട്, അതെല്ലാം സലൂബിൻ്റെ വോയിസാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് സലൂബാണെന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ ഈ നമ്പർ പോസ്റ്റ് ചെയ്ത ദിവസം, ഈ നമ്പർ ഈ ഗ്രൂപ്പിൽ ഇട്ട ദിവസം, ഈ സ്ത്രീക്ക്, അതായത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനും ഊദ് മർക്കസ് എന്ന തട്ടിപ്പിനെതിരെ ശബ്ദമുയർത്തിയതുമായിട്ടുള്ള ഈ സ്ത്രീക്ക് അന്ന് രാത്രി മുതൽ നിരന്തരം കോളുകളും മെസ്സേജുകളും വരികയാണ്. സെക്സിന് താല്പര്യമുണ്ടോ, സെക്സ് ടോക്കിന് താല്പര്യമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള അനവധി കോളുകൾ ഈ ഒരു സാധാരണ സ്ത്രീക്ക് വന്നിട്ട് അവരാകെ പാനിക്കാവുകയാണ്. അപ്പോൾ അവർ ഈ ഒരു വിഷയം നമ്മളെ അറിയിക്കുകയും അങ്ങനെ നമ്മളതിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് നിർദ്ദേശം നൽകുകയും അവരത് നിലവിൽ പരാതിയും ഇട്ടിട്ടുണ്ട്. സാലൂബ് കെ ആലിശ്ശേരി എന്ന വ്യക്തിക്കെതിരെ ഇതിൻ്റെ എല്ലാ പ്രൂഫുകളും ഇട്ട് അവർ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ ഓൺലൈനിൽ പതിഞ്ഞിരിക്കുകയാണ്.
അവർ അവരുടെ വിഹാര ലോകത്ത് അവർക്ക് സുഖമായിട്ട് വിരാജിക്കാൻ സാധിക്കുന്ന, അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ അവർക്ക് എതിരായിട്ട് സംസാരിക്കുമ്പോൾ അവർ ചെയ്യുന്ന ചില പ്രവർത്തികളാണ് വളരെ മ്ലേച്ഛമായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ. അപ്പോൾ എന്തായാലും അതിനെതിരെ നിയമപരമായിട്ട് നീങ്ങുന്നുണ്ട്. സാലൂബ് കെ ആലിശ്ശേരി എന്ന ഈ ഒരു ഫ്രോഡിനെ തീർച്ചയായിട്ടും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള എല്ലാ നടപടികളും ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ ഇത്തരത്തിൽ തട്ടിപ്പിനിരയായിട്ടുള്ള സാധാരണക്കാരുടെ സ്ത്രീകൾക്കൊപ്പം നിലകൊണ്ടുകൊണ്ട് തന്നെ അവരെ അവരുടെ മാനനഷ്ടത്തിന് ഹേതുവായിട്ടുള്ള, അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ താറടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഓൺലൈൻ ഫ്രോഡുകൾക്കെതിരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെ ഞങ്ങൾ ശക്തമായിട്ടുള്ള നടപടികൾ തന്നെ എടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും.